സീക്രട്ട് ഏജന്റിനെ പലർക്കും അറിയാമായിരിക്കുമല്ലോ, സായി ബ്രോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ BJP-യിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് സായി ബ്രോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനിയും സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസേഴ്സും NDA-യിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞത്. കാരണം ഇവർ പലരെയും വിളിച്ചന്വേഷിക്കുന്നുണ്ട് എന്നാണ് സായി ബ്രോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. NDA-ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും 2020-ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, അതിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത ആളുകളെയും അതുപോലെ അതിന്റെ സ്ഥാനാർത്ഥികളെയും നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ ഓഡീഷന് ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ സാബു ജേക്കബ് പറയുന്ന ഓരോ കാര്യം എന്ന് പറയുന്നത്, ഈ സ്ഥാനാർത്ഥി അതായത് ഇത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെ കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല, ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിമൊളിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളായതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ പലരും വോട്ടർ പട്ടികയിൽ പേരില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം പെട്ടെന്ന് പൊട്ടിമുളച്ച സ്ഥാനാർത്ഥികളാണല്ലോ. അതുകൊണ്ട് തന്നെ സാബു ജേക്കബിന് കൂടുതലായിട്ട് വിശദമായി അന്വേഷിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇത് സ്ഥാനാർത്ഥിയായി അന്വേഷിക്കുമ്പോഴേക്കും ഇവരൊന്നും വോട്ടർ പട്ടികയിൽ ഇല്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 പേരാണ് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. 2020 പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ 2 പേർ, ഒന്ന് ലക്ഷ്മി പ്രിയയും 2 വീണ എസ് നായരുമാണ്. നമുക്ക് വീണ എസ് നായർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. നമസ്കാരം, ഞാൻ വീണയാണ്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2020 NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. വളരെ ഖേദത്തോടുകൂടി ഞാൻ ഈ വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്.